വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇരട്ടി ഫാമിലി. ഹർഷ ജിതീഷാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. ഇത്രയും ദിവസം ഞാൻ നിങ്ങളോട് ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ കുറേ കാരണങ്ങൾ, ബ്രസ്റ്റ് ക്യാൻസർ നമ്മൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പിന്നെ കീമോയുടെ കാര്യങ്ങളൊക്കെ ഞാൻ പൊതുവായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബ്രസ്റ്റ് ക്യാൻസർ ശരിക്കും നമ്മൾ വിചാരിക്കും ഭൂരിപക്ഷം സ്ത്രീകൾക്ക് തന്നെയാണ് ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ടാകുക. പക്ഷെ നമുക്ക് ഒരു ധാരണയുണ്ട്, പുരുഷന്മാരിലെ ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ടാകാറില്ല, അത് സ്ത്രീകൾക്ക് മാത്രമാണ് ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ടാകുന്നതെന്ന്. പക്ഷെ അങ്ങനെയൊന്നും അല്ല കേട്ടോ, പുരുഷന്മാരിലും ബ്രസ്റ്റ് ക്യാൻസർ കണ്ടുവരാറുണ്ട്. പക്ഷെ ഭൂരിപക്ഷം സാധാരണമായും എല്ലാ സ്ത്രീകളിലും സ്ത്രീകൾക്ക് കണ്ടുവരുന്ന ഒരു മെയിൻ ക്യാൻസർ തന്നെയാണ് ബ്രസ്റ്റ് ക്യാൻസർ. അതുപോലെ തന്നെ പുരുഷന്മാരിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ക്യാൻസർ ആർക്കാണ്, നമ്മൾ ഏത് ക്യാൻസറാണ് വരുന്നതെന്ന് ചോദിച്ചാൽ നമുക്ക് വ്യക്തമായിട്ട് തന്നെ പറയാൻ പറ്റും, അത് ലങ് ക്യാൻസർ ആണെന്നാണ്, ശ്വാസകോശ ക്യാൻസർ. പക്ഷേ ഈ ശ്വാസകോശ ക്യാൻസർ പുരുഷന്മാർക്ക് കൂടുതൽ വരുന്നു, പക്ഷെ അതുപോലെ തന്നെ അത് സ്ത്രീകൾക്കും കൂടുതലായിട്ട് തന്നെ വരുന്നുണ്ട്. പിന്നെ സ്ത്രീകൾക്ക് ഈ ശ്വാസകോശ ക്യാൻസർ വരാൻ സാധ്യത ഇല്ല, അല്ലെ പുരുഷന്മാരെ പുകവലിക്കുന്നത് കൊണ്ട് മാത്രമാണ് പുരുഷന്മാർക്ക് ഇത് വരുന്നത്, സ്ത്രീകൾ പുകവലിക്കാറില്ലല്ലോ എന്നൊക്കെ ചിലപ്പോൾ നമ്മൾ ചിന്തിക്കാറുണ്ട്. പക്ഷെ അതൊന്നുമല്ല സത്യം. പുകവലിക്കുന്നവരിലാണ് ഇത് കൂടുതലായിട്ട് കാണുന്നത്. കാരണം നമ്മൾ ശ്വാസകോശ ക്യാൻസർ കൂടുതലായിട്ട് കാണുന്ന പുകവലിക്കുന്ന പുരുഷന്മാരിൽ തന്നെയാണ്. അത് നമ്മുടെ പുകവലിയുടെ അളവിനെയൊക്കെ അനുസരിച്ചിരിക്കും. കാരണം നമ്മൾ ചില വ്യക്തികൾ ചെറുതിലെ മുതൽ നമ്മുടെ ഒത്തിരി പേരൻസ് അല്ലെങ്കിൽ നമ്മുടെ അതിനേക്കാളും മുത്തശ്ശന്മാരൊക്കെ നമുക്ക് പറഞ്ഞിട്ടുണ്ടാകാം, ഞാൻ 9 വയസ്സിൽ ഞാൻ മുറിവേടി 12 വയസ്സിൽ ഞാൻ എൻ്റെ അപ്പൻ വലിച്ചിട്ട മുറിവേടി വലിച്ച് തുടങ്ങിയതാണ്, ഞാൻ അന്ന് തൊട്ട് തുടങ്ങിയ പുകവലിയാണ് എന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ അന്നത്തെ നമ്മളെ അന്തരീക്ഷവും കാര്യങ്ങളും, നമ്മുടെ അന്തരീക്ഷ മലിനീകരണം ഒന്നും നമുക്കുള്ളൊരു സാഹചര്യം അല്ലായിരുന്നു. നമ്മൾ ഓൾറെഡി നമുക്ക് ഈ നിക്കോട്ടിൻ നമ്മുടെ ശരീരത്തിൽ എത്തുന്നുണ്ട്, പക്ഷെ അതുകൊണ്ട് മാത്രം നമുക്ക് ഒത്തിരി പേർക്ക് ക്യാൻസർ ഇന്നത്തെ പോലെ ഉണ്ടാകാനുള്ള ചാൻസ് ഇല്ലായിരുന്നു. പക്ഷെ ഈ പുകവലി നമ്മളൊരു വ്യക്തി ചെറിയൊരു നാള് മുതൽ എത്ര കാലം പുകവലിക്കുന്നു എന്നത്, പിന്നെ നമ്മൾ ചെറിയ കാലത്ത് ചിലപ്പോൾ നമ്മൾ വലിക്കുന്നില്ല എന്ന് വിചാരിച്ചു, നമ്മൾ ചിലപ്പോൾ ഒരു 35 വയസ്സൊക്കെ കഴിഞ്ഞ ശേഷം അല്ലെ ഒരു 30 വയസ്സിനൊക്കെ ശേഷമായിരിക്കാം നമ്മൾ ചിലപ്പോൾ പുകവലിക്കാൻ തുടങ്ങിയിട്ടുണ്ടാവുക. പക്ഷെ അത് ചെയിൻ സ്മോക്കർ ആയിരിക്കാം. കാരണം നമ്മൾ ഒത്തിരി സിഗരറ്റ് വലിക്കുന്നത്, ചിലപ്പം ചില വ്യക്തികൾ 1, 2, 3 ഒക്കെ സിഗരറ്റ് വലിക്കാറുണ്ട്. ചിലര് ഒത്തിരി സിഗരറ്റ് വലിക്കാറുണ്ട്. കാരണം ഒരു ദിവസം ഒരു 2 പാക്കറ്റോ അല്ല 1 പാക്കറ്റോ അങ്ങനെയൊക്കെ വലിക്കുന്നവരുണ്ട്. കാരണം അവരൊക്കെ പറയും, ഞങ്ങൾ അങ്ങനെ അത്ര ഒന്നും വലിക്കുന്നില്ലല്ലോ, ഞങ്ങൾ ഇപ്പൊ തുടങ്ങിയതല്ലേ, അല്ലെ കാലങ്ങളായിട്ട് വലിക്കുന്നവർക്കും കുഴപ്പങ്ങളൊന്നും ഇല്ലല്ലോ. അതൊക്കെ വെറും വിദ്യാധാരണയാണ്. എങ്ങനെ വലിച്ചാലും പുക വലിച്ചാലും അത് പ്രശ്നങ്ങൾ തന്നെയാണ് ഉണ്ടാക്കുക. കാരണം നമ്മൾ ഈ പുക വലിക്കും, നമ്മുടെ ഈ നിക്കോട്ടിൻ നമ്മുടെ ശരീരത്തിൽ കുറേ കാലങ്ങളോളം നമ്മുടെ ഈ നിക്കോട്ടിൻ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകും. കാരണം ഇതൊക്കെ ആശ്രയിച്ച് നമ്മുടെ ക്യാൻസർ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പം അങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മൾ ഇപ്പം പുക വലിക്കുന്നവരോട് നമ്മൾ ഇതൊക്കെ പറയുവാണെങ്കിൽ അവർ പറയും, പിന്നെ അങ്ങനെയൊന്നും വരത്തൊന്നുമില്ല, ഏതായാലും ക്യാൻസർ വരുന്നല്ലേ പറയുന്നത്. അപ്പം പിന്നെ ഞാൻ ഇത്ര വർഷമായി പുക വലിക്കാൻ തുടങ്ങിയിട്ട് 15 വർഷമൊക്കെ ആയി, അല്ല 20 വർഷമൊക്കെ ഞാൻ പുക വലിക്കാൻ തുടങ്ങിയിട്ട്, ഏതായാലും പിന്നെ വരുവാണെങ്കിൽ അങ്ങ് വരട്ടെ, എന്നാൽ പിന്നെ ഇതങ്ങ് നിർത്തേണ്ട ആവശ്യമൊന്നുമില്ല. അതൊക്കെ വെറുതെ ആയിട്ടോ. കാരണം നമ്മളിത് എപ്പോൾ സ്റ്റോപ്പ് ചെയ്താലും നമ്മുടെ ബോഡിയിൽ അതിനുള്ള മാറ്റങ്ങൾ വരുന്നുണ്ട്. കാരണം ആ ക്യാൻസറിനുള്ള സാധ്യതയൊക്കെ കുറയുന്നുണ്ട്. പിന്നെ നമ്മൾ അങ്ങനെ ഈ പുക വലിക്കുന്നത് കൊണ്ട് മാത്രമാണ് ഈ ക്യാൻസർ ഉണ്ടാകുന്നതെന്നുള്ളത്, പുക വലിക്കുന്ന ഒരു മെയിൻ ഘടകമാണ്. പിന്നെ ഈ പുക വലിക്കുന്നതിൽ നിന്നും വേറൊരു കാര്യമുണ്ട്, ഈ വലിക്കുന്നവർക്ക് മാത്രമല്ല ഈ ഒരു സംഭവം വരുന്നത്. കാരണം പെണ്ണുങ്ങൾക്ക് ഈ ലങ്ങിന് ക്യാൻസർ വരുന്നുണ്ട്. അപ്പൊ ചിലർ ചോദിക്കും, കുട്ടികൾക്കും വരാറില്ലേ? അല്ലാതെ 17 വയസ്സുള്ള കുട്ടികൾക്ക്, അല്ലെ ഒരു 12 വയസ്സുള്ള പിള്ളേർക്ക്, അല്ലെങ്കിൽ ഒരു ഒരു 9 വയസ്സുള്ള പിള്ളേർക്കും ഒക്കെ നമുക്ക് ലങ് ക്യാൻസർ കാണാറുണ്ട്. അപ്പൊ അവർക്ക് എങ്ങനെ വരുന്നു എന്നുള്ള ഒരു ചോദ്യം കൂടി ഇതിനു മുമ്പിൽ എല്ലാവരും ഉന്നയിക്കാറുണ്ട്. കാരണം അതിനുള്ള ഏറ്റവും വലിയൊരു സംഭവം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ ഒരു ഫസ്റ്റ് സ്റ്റേജ് ഫസ്റ്റ് സംഭവം ഉണ്ടാകാം ഒരു പുക വലിക്കുന്നത്. അതായത് നമ്മൾ വലിക്കുന്ന ആൾക്ക് ഇത് വരാനുള്ള ചാൻസ് കിടക്കുന്നു. പിന്നെ നമ്മൾ സെക്കൻഡായിട്ട് വേറൊരു സംഭവമുണ്ട്, നമ്മളിത് ശ്വസിക്കുന്നവരുണ്ട്. കാരണം പുക ഉള്ളിലേക്ക് എടുത്തു, അവർ വലിച്ചു, അവരിത് പുറത്തേക്ക് വിടുന്നു. കാരണം ഈ വീടുകളിലായിരിക്കോട്ടെ, നമ്മളിപ്പോൾ പറയാലോ, നമ്മളിപ്പോൾ ഒരു ഹോട്ടലിൽ ഇരിക്കുന്നു, അല്ലെ പൊതുസമൂഹത്തിലൊക്കെ ഇരുന്ന് പുക വലിക്കരുതെന്ന് പറയാറുണ്ടല്ലോ. കാരണം ഈ വലിച്ച് നമ്മൾ പുറത്തേക്ക് വിടുന്ന ഈ ഒരു നിക്കോട്ടിൻ, അതായത് ഈ ഒരു പുക ശ്വസിക്കുന്ന ആർക്കും ഈ ഒരു ക്യാൻസറിനുള്ള സാധ്യത ഒരു 70% വരെ അവർക്ക് ഉണ്ട്. ഈ സാധ്യത അവർക്കും കിടക്കുകയാണ്. പിന്നെ ഈ മൂന്നാമതെന്ന് പറഞ്ഞാൽ വേറൊരു സംഭവമുണ്ട്. പക്ഷെ എന്തൊക്കെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഒരു വീട്ടിലിരുന്ന് പുക വലിച്ചു, അല്ലെങ്കിൽ പുക വലിച്ചു കഴിഞ്ഞാൽ ഇത് നമ്മൾ എങ്ങനെ ഒഴിവാക്കാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാം,
നമ്മളിപ്പോൾ വലിക്കുന്നയാൾ ഒന്നെങ്കിൽ നമ്മൾ വീടിനുള്ളിൽ നിന്ന് വലിക്കരുത്, അവരെ ഒരു മുറ്റത്തൊക്കെ ഇറങ്ങി അവർ പുറത്തിറങ്ങി വലിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെ നമ്മുടെ ഈ ഒരു വീടുമായിട്ടൊക്കെ ഒരു കണക്ഷനൊക്കെ വിട്ട് പുറത്തോട്ടൊക്കെ ഇറങ്ങി വലിച്ചിട്ടുണ്ടെങ്കിൽ അത് കുറേ ഇത് പുറത്തോട്ട് തന്നെ പോകും. പക്ഷേ വീടിനുള്ളിലൊക്കെ ഇരുന്ന് വലിക്കുമ്പോൾ നമ്മളെ വീട്ടിൽ നിൽക്കുന്ന എല്ലാവർക്കും ഇത് ബാധിക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ടല്ലോ. പിന്നെ ഇതെങ്ങനെ ഇത് കളയാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേറൊരു കാര്യം കൂടെയാണ്. നമ്മളിപ്പം ഒരു ദിവസമൊക്കെ കഴിഞ്ഞ് ഇത് അങ്ങനെ ദിവസങ്ങളോളം ഈ പുക ഇങ്ങനെ വീടിനുള്ളിൽ നിൽക്കുകയല്ല. അപ്പം നമ്മൾ ഈ വീടിനുള്ളിൽ നമ്മൾ ഫാനൊക്കെ തുറന്നിട്ട് പിന്നെ ജനലുകളൊക്കെ തുറന്നിട്ട് ഫാനൊക്കെ ഓപ്പൺ ആക്കി അങ്ങനെയൊക്കെ നമ്മൾ ഒരു ദിവസമൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് നഷ്ടപ്പെടും. പക്ഷേ പിന്നെ ഇതിനകത്തൊരു തേർഡ് പേഴ്സൺ കൂടെയുണ്ട്. കാരണം നമ്മൾ ഓൾറെഡി ഇത് നമ്മൾ സിഗരറ്റ് ബെഡ്റൂമിലിരുന്ന് വലിക്കുവാണ്, അല്ലെ ഹോളിലിരുന്ന് വലിക്കുവാണ്. കാരണം നമ്മുടെ ആണുങ്ങൾ ഫ്രണ്ട്സൊക്കെ കൂടി അവർ ഹോളിലിരുന്ന് വലിക്കുവാണെങ്കിൽ ഈ ഒരു സംഭവം ഓൾറെഡി നമ്മുടെ ഹോളിലൊക്കെ കർട്ടൻസ് ഒക്കെ ഉണ്ടാവും. ഈ കർട്ടൻസിലും നമ്മുടെ സോഫ സെറ്റിലും, അതായത് റൂമിൽ നിന്ന് വലിച്ചാൽ നമ്മുടെ ബെഡ്ഷീറ്റിൽ, നമ്മുടെ പില്ലോ കവറിൽ വരെ, അതായത് നമ്മുടെ കബോർഡുകളൊക്കെ തുറന്നു കിടക്കുവാണെങ്കിൽ ആ ഒരു കബോർഡിൽ അടുക്കി വെച്ചേക്കുന്ന ആ തുണിയിലോ അല്ലെ നമ്മുടെ റൂമിൽ അങ്ങനെ ഇതൊക്കെ അങ്ങനെയുള്ള ഒരു സംഭവത്തിലൊക്കെ ഈ ഒരു പുകയിലയുടെ അല്ലെങ്കിൽ ഈ ഒരു സംഭവത്തിന്റെ പുക വലിക്കുന്നതിന്റെ ഒരു സംഭവം കൂടെ കണക്ഷനായിട്ട് വരും. അപ്പൊ നമ്മുടെ കുഞ്ഞു കുട്ടികൾ ഇത് പേരൻസ് തലേദിവസം അല്ലെ പുക വലിച്ചു, അല്ല ഉച്ചയ്ക്ക് അവർ പുക വലിച്ച് ഇറങ്ങിപ്പോയി, അമ്മമാരിപ്പം വിചാരിക്കുവാണ് പുക വലിച്ചല്ലോ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അത് പറ്റാതിരിക്കാൻ വേണ്ടി താൽക്കാലികമായിട്ട് കുഞ്ഞുങ്ങളെ റൂമിൽ നിന്ന് അവർ ചിലപ്പോൾ മാറ്റിയേക്കാം. അവർ മാറ്റിക്കഴിഞ്ഞ് അവർ ജനലുകളൊക്കെ തുറന്നിട്ട് അവർ ജസ്റ്റ് ഫാനൊക്കെ ഓൺ ചെയ്യും. പക്ഷേ ആ സോഫയിൽ കിടന്ന് ഉരുളുന്ന ഈ കുഞ്ഞുങ്ങൾക്ക്, ആ റൂമിൽ കിടന്ന് ഉരുളുന്ന ഈ കുഞ്ഞുങ്ങൾക്ക് ഈ ഒരു സംഭവം, ഈ നിക്കോട്ടിൻ അവരുടെ ബ്ലഡിലേക്ക് എത്തുകയാണ്, അവരുടെ ശരീരത്തേക്ക് എത്തുകയാണ്. ഇതും ക്യാൻസറിന് കാരണമാണ്. പിന്നെ നമ്മൾ പ്രോസസ്ഡ് മീറ്റ് ഉപയോഗിക്കുന്നത് അതും നമുക്ക് ശ്വാസകോശ ക്യാൻസറിനുള്ള ഒരു സാധ്യത തന്നെയാണ്. പിന്നെ നമ്മൾ ഈ ശ്വാസകോശ ക്യാൻസർ നമുക്ക് വരാതിരിക്കാൻ ശരിക്കും നമുക്ക് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം, അതായത് നമ്മൾ ചെറിയൊരു ക്യാൻസറിൻ്റെ സാധ്യതയൊക്കെ ഉണ്ടെങ്കിലും ഞാൻ പറഞ്ഞ നമ്മുടെ ബോഡിയിൽ ഈ ക്യാൻസർ വരുന്ന കോശങ്ങളെ നശിപ്പിക്കാനുള്ള ഒരു ഇമ്മ്യൂൺ സിസ്റ്റം ഉണ്ട്. പക്ഷേ ഈ ഇമ്മ്യൂൺ സിസ്റ്റം നമ്മൾ എപ്പോഴും ഒരേപോലെ പ്രവർത്തിക്കണമെന്നില്ല. അപ്പം നമ്മുടെ ഈ ബോഡിയിലുള്ള ഇമ്മ്യൂൺ സിസ്റ്റം, അല്ലാതെ ഇമ്മ്യൂണിറ്റി പവർ വർദ്ധിപ്പിക്കാൻ വേണ്ടി കുറേ ആൾക്കാർ നമ്മളോട് പറയും. കാരണം വൈറ്റമിൻ സി അടങ്ങിയ ഇത് കഴിക്കുക, ടാബ്ലറ്റ്സ് കഴിക്കുക, പിന്നെ അങ്ങനെ നമുക്ക് ഇമ്മ്യൂണിറ്റി ഉണ്ടാകാൻ വേണ്ടി വൈറ്റമിൻ ടാബ്ലറ്റ് കഴിക്കുക എന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ അതിലൊന്നും വലിയ അർത്ഥങ്ങളൊന്നുമില്ല. കാരണം നമ്മുടെ ഇമ്മ്യൂണിറ്റി പവർ വർദ്ധിപ്പിക്കാൻ നമ്മുടെ ഫുഡിലാണ് നമുക്ക് മാറ്റം വരുത്തേണ്ടത്. കാരണം നമുക്ക് കാർബോഹൈഡ്രേറ്റ്സ് അടങ്ങിയ ഫുഡ് അധികം കഴിക്കാതിരിക്കുക, അത് ഏറ്റവും നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ നമ്മൾ ഒത്തിരി പഴവർഗ്ഗങ്ങൾ കഴിക്കുക, പിന്നെ പാലുവർഗ്ഗങ്ങൾ, പച്ചക്കറി, പിന്നെ ഇലക്കറി നന്നായിട്ട് ഫുഡിൽ ഉൾപ്പെടുത്തുക. ഇതൊക്കെ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണ്. പിന്നെ അതുപോലെ തന്നെയല്ല നമ്മൾ എക്സസൈസും പിന്നെ പച്ചക്കറി ഒക്കെ കഴിക്കുന്നത് പറയാൻ നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ ഈ പുറത്തുനിന്ന് മേടിച്ച പച്ചക്കറികളൊന്നും ഒട്ടും നല്ലതല്ല. പച്ചക്കറി നല്ലതാണെന്ന് നമ്മൾ പറയുന്നിടത്തും നമ്മൾ ഈ പുറത്തുനിന്ന് മേടിക്കുന്ന പച്ചക്കറികൾക്കൊക്കെ ശരിക്കും നമ്മൾ ഒത്തിരി വിഷമിട്ട് വെച്ച പച്ചക്കറികളാണ്. നിവൃത്തിയില്ലാതെയൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ശരിക്കത് മഞ്ഞൾ പൊടി ഉപ്പൊക്കെ ഇട്ട് വെച്ച്, അല്ലെ കുറേ സമയം നമ്മൾ വെള്ളത്തിൽ വെച്ച് നമ്മൾ ആ വെള്ളമൊക്കെ ജസ്റ്റ് മാറ്റി പിന്നെ വെള്ളം മാറ്റണം. ആ വെള്ളത്തിൽ അങ്ങനെ ഇട്ട് വെച്ച് എന്നതുകൊണ്ട് മാത്രമൊന്നുമില്ല. നമ്മൾ അങ്ങനെയൊക്കെ ഇട്ടൊക്കെ വെച്ച് നമ്മൾ കഴുകി നമ്മൾ പിന്നെ ഓൾറെഡി നമ്മൾ ഈ കോളിഫ്ലവർ, കാബേജൊക്കെ പോലത്തെ സാധനങ്ങളൊക്കെ നമ്മൾ വീട്ടിൽ തന്നെ ഉൽപ്പാദിപ്പിക്കുന്നല്ലാതെ പുറത്തുനിന്നൊക്കെ മേടിക്കാതിരിക്കുക. കാരണം അതിനകത്തൊക്കെ ഓരോ ശരിക്കും പറയുകയാണെങ്കിൽ അതിന് ഫുള്ള് വിഷം തന്നെയാണ്. കാരണം ഇതൊക്കെ നമുക്ക് ശരീരത്തിന് ഒത്തിരി ദോഷമുള്ള കാര്യം തന്നെയാണ്. പിന്നെ നമ്മൾ ലങ് ക്യാൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു സംഭവമുണ്ട്. ഇത് നമുക്ക് പെട്ടെന്ന് ഇത് തിരിച്ചറിയാൻ ഇതിനകത്തൊരു ഓപ്ഷനൊന്നും ഉണ്ടായിരിക്കില്ല. കാരണം ചില ക്യാൻസർ, ബ്രസ്റ്റ് ക്യാൻസർ നമ്മൾ തിരിച്ചറിയണമെങ്കിൽ ശരിക്കും നമുക്ക് ഒരു ക്ഷീണങ്ങളൊക്കെ ഉണ്ടാകാം, അല്ലെങ്കിൽ വെയിറ്റ് ലോസ് ഉണ്ടാവാം, പിന്നെ ഒത്തിരി സിംറ്റം ഉണ്ട്. കാരണം ബ്രസ്റ്റിൽ ഒരു തടിപ്പുണ്ടാവാം, കാരണം ഒത്തിരി കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഈ ഒരു ക്യാൻസർ നമുക്ക് തിരിച്ചറിയണമെങ്കിൽ നമുക്ക് അധികം സിംറ്റംസ് ഒന്നും വരാറില്ല. കാരണം നമ്മൾ ഭൂരിപക്ഷം ലങ് ക്യാൻസർ ഉള്ള വ്യക്തികൾ പുകവലിക്കുന്നവർ തന്നെയായിരിക്കാം. ഈ പുകവലിക്കുന്നവരെന്ന് പറഞ്ഞാൽ ഇവർ ജസ്റ്റ് ഒരു സിഗരറ്റ് വലിച്ചു കഴിഞ്ഞാൽ അവർ എന്നാണേലും രാവിലെ എണീറ്റ് ഇവരൊന്ന് സിഗരറ്റ് വലിച്ചു, അല്ലെങ്കിൽ ബാത്റൂമിലിരിക്കുന്നവർ, ചിലർക്ക് ഭൂരിപക്ഷം പേർക്കും ബാത്റൂമിൽ തന്നെ സിഗരറ്റ് കൊണ്ടാ പോവുക. കാരണം ഇത് വയറ്റിൽ നിന്ന് പോകണമെങ്കിൽ വരെ സിഗരറ്റ് വലിച്ചാലേ പോകൂ എന്ന് പറയുന്നവരൊക്കെ ഇഷ്ടംപോലെ ഉണ്ട്. കാരണം ജസ്റ്റ് സിഗരറ്റ് വലിച്ച് ഇവർ ബാത്റൂമിൽ നിന്ന് ഇറങ്ങി ജസ്റ്റ് 2 or 3 ചുമയ്ക്കുന്നു, അതങ്ങ് പോയി.
പിന്നെ കുറച്ച് സമയം കഴിയുമ്പോൾ അവർ വലിക്കുന്നു, പിന്നെ ചുമയ്ക്കുന്നു, ഇത് പുകയുടെയാണ്, ഇങ്ങനെ കുഴപ്പമില്ല എന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ അതുകൊണ്ട് ഇതൊക്കെ ഇതിൻ്റെ ലക്ഷണങ്ങളാണ്. ഈ ലക്ഷണങ്ങളൊക്കെ നമ്മൾ തിരിച്ചറിയാതെ പോവുകയാണെന്നുള്ളതാണ് ഏറ്റവും വലിയൊരു സംഭവം. പിന്നെ ഇത് മാത്രമല്ല, ചിലപ്പം അത് ഒരു സിഗരറ്റ് വലിക്കുന്നവരുടെ കാര്യം, ഒരു 3 ആഴ്ച കൂടുതൽ നമുക്കൊരു ചുമയുണ്ടെങ്കിൽ, പിന്നെ നമ്മളങ്ങനെ ചുമ ഇങ്ങനെ നിർത്താതെ ഇടയ്ക്കിടയ്ക്ക് കുത്തിയൊക്കെ ചുമയ്ക്കുന്നുണ്ടെങ്കിൽ അത് ചിലപ്പം ലങ് ക്യാൻസറിൻ്റെ ഒരു ലക്ഷണമായിരിക്കാം. പിന്നെ നമ്മൾ ചുമയ്ക്കുമ്പോൾ കഫത്തിൽ ബ്ലഡ് വരുന്നുണ്ടെങ്കിൽ, ബ്ലഡിൻ്റെ ഒരു അറ്റം ഉണ്ടെങ്കിൽ അതും ചിലപ്പം ലങ് ക്യാൻസറിൻ്റെ ഒരു ലക്ഷണമായിരിക്കാം. പിന്നെ ലങ് ക്യാൻസർ ചിലർക്ക് മുഖത്ത് ചെറിയൊരു നീരൊക്കെ വരാറുണ്ട്, അതും ലങ് ക്യാൻസറിൻ്റെ ലക്ഷണമായിരിക്കാം. പിന്നെ ചിലർക്ക് ചെറിയൊരു ശ്വാസം മുട്ടൽ പോലെയൊക്കെ വരാറുണ്ട്. കാരണം ഇടയ്ക്കൊരു നമ്മൾ വിചാരിക്കും, നമ്മളിപ്പോൾ കൊറോണയൊക്കെ കഴിഞ്ഞൊരു കാലഘട്ടമായതുകൊണ്ട് നമ്മളൊക്കെ വിചാരിക്കും, നമ്മൾക്കൊക്കെ ഒരു തെറ്റിദ്ധാരണകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. നമ്മളൊക്കെ വിചാരിക്കുന്നത് നമുക്ക് പിന്നെ കൊറോണയുടെ ഇഞ്ചക്ഷനൊക്കെ എടുത്തല്ലോ, അപ്പോൾ അതിൻ്റെതായ ഒരു പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് എല്ലാവർക്കും കഫക്കെട്ടൊക്കെ മാറുന്നില്ല. ഈ കഫക്കെട്ടിൻ്റെയൊക്കെ പ്രശ്നം ഉള്ളത് കൊണ്ടാണ് നമുക്കൊക്കെ ഇങ്ങനെ ചുമ, അല്ലെങ്കിൽ നമുക്കൊക്കെ കഫക്കെട്ട് വിട്ടുമാറാതെ നിൽക്കുന്നത്. വേറെ പ്രശ്നമൊന്നും അല്ല. അപ്പം ആയുർവേദത്തിലെ കുറച്ച് മരുന്നുകളും കാര്യങ്ങളൊക്കെ കഴിച്ചതൊക്കെ നമ്മൾ എങ്ങനെയൊക്കെ നിൽക്കും. പക്ഷേ ഇതൊക്കെ ചിലപ്പം ലങ് ക്യാൻസറിൻ്റെ ലക്ഷണമായിരിക്കാം. പിന്നെ ചിലർക്ക് നമ്മുടെ ഒരു ശ്വാസം മുട്ടൽ പോലെ വരുന്നത് മാത്രമല്ല, നമ്മുടെ സൗണ്ടിന് ഒരു ചെറിയൊരു വ്യത്യാസമൊക്കെ ഉണ്ടാകാം. പിന്നെ അങ്ങനെ ഒരു സംഭവമൊക്കെ ചിലർക്ക് ഉണ്ടാവാം. പിന്നെ ചിലർക്ക് ഒരു ചെറിയ ചെസ്റ്റ് പെയിൻ ഒക്കെ ഉണ്ടാകാം. പിന്നെ ചിലർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്നും ഈ ലക്ഷണങ്ങളൊന്നും ഉണ്ടാവണമെന്നില്ല. അവർക്ക് ചിലപ്പോൾ സ്വഭാവത്തിൽ ഒരു മാറ്റം, സ്വഭാവത്തിലൊരു അരിശോ ദേഷ്യമോ അങ്ങനെ സാധാരണ ഉണ്ടാകുന്നൊരു സ്വഭാവമല്ലാതെ ഒരു സ്വഭാവ മാറ്റവും, പിന്നെ ഒരു തലവേദന, ചിലപ്പോൾ തൊലി പുറമെ ഒരു ചെറിയൊരു റഷസ് പോലെയോ അല്ലെങ്കിൽ തിണിർപ്പ് പോലെയോ അങ്ങനെയൊക്കെ ഉള്ള മാറ്റങ്ങളൊക്കെ വരാം. ഇതൊക്കെ അങ്ങനത്തെ കുറേ സിംറ്റംസ് ഒക്കെ ചിലർക്ക് ഉണ്ടാകും. പക്ഷെ എല്ലാവർക്കും ഇങ്ങനെ ഉണ്ടാകണം ഇല്ല. പിന്നെ ഏറ്റവും വലിയൊരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ലക്ഷണങ്ങളൊന്നും നമുക്കില്ലാത്തത് കൊണ്ട് ഈ ഒരു സംഭവം നമ്മൾ കണ്ടെത്തി നമ്മൾ ഡോക്ടറുടെ അടുത്ത് നമ്മൾ എത്തുമ്പോഴത്തേക്കും സ്റ്റേജ് 4 ആയിരിക്കും. കാരണം സ്റ്റേജ് 4-ലാണെങ്കിലും നമുക്കിത് ഒത്തിരി കാലം നമുക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്ത് നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റും. പക്ഷേ സ്റ്റേജ് 1-ലൊക്കെ ആണെങ്കിൽ, സ്റ്റേജ് 2-ലും ഒക്കെ ആണെങ്കിൽ ഇത് ഒരു പ്രശ്നങ്ങളും ഇല്ലാതെ നമുക്ക് ഇത് ട്രീറ്റ്മെൻറ്റ് ചെയ്ത് ഇത് മാറ്റാൻ പറ്റുന്ന ഒരു സംഭവം തന്നെയാണ്. പക്ഷേ ഈ ലക്ഷണങ്ങളൊന്നും നമുക്ക് മനസ്സിലാകാത്തത് കൊണ്ടും ഈ ലക്ഷണങ്ങളൊന്നും നമുക്കറിയാത്തത് കൊണ്ടും ഇത് പലപ്പോഴും നമ്മൾ ഡോക്ടേഴ്സിൻ്റെ അടുത്ത് നമ്മൾ എത്തുമ്പോഴത്തേക്കും ഇത് സ്റ്റേജ് 4 ആയിരിക്കാം. പിന്നെ ചിലർ പറയും, നമ്മൾ ഈ വിദേശ രാജ്യങ്ങളിലൊക്കെ, അപ്പം ഈ പുകവലി മാത്രമാണോ പ്രശ്നക്കാരൻ എന്നുള്ളതൊന്നുമല്ല, പാൻ മസാല ഇതൊക്കെ പ്രശ്നമാണ്. നമ്മൾ ഈ പാൻ പരാഗ് പോലെയോ അല്ലെങ്കിൽ നമ്മൾ കൂള് പോലെയോ അല്ലെങ്കിൽ ഹൻസ് പോലെയോ ഒക്കെ നാക്കിനടിയിലോ അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയുക ചൊടിക്കടിയിലോ ഒക്കെ വെക്കുന്ന ഈ ഇതെല്ലാം നമുക്ക് ഈ ഒരു ക്യാൻസർ വരാനുള്ള സാധ്യത ഉണ്ടാക്കുന്ന കാര്യമാണ്. അപ്പം വിദേശത്തുള്ളവരൊക്കെ പറയും, അപ്പം നമുക്ക് കഞ്ചാവായിരിക്കും കേട്ടോ നല്ലത്. എന്നാൽ വിദേശ രാഷ്ട്രങ്ങളിലെല്ലാം കഞ്ചാവ് അലൗഡ് ആണല്ലോ, നമ്മുടെ നാട്ടിൽ മാത്രമേ ഈ കഞ്ചാവ് അലൗഡ് അല്ല. അപ്പം കഞ്ചാവ് നല്ലതാണ് എന്ന് പറയുന്നവരോടും കൂടി ഒരു കാര്യം കൂടി പറയട്ടെ. കാരണം വിദേശ രാജ്യങ്ങളിൽ കഞ്ചാവ് അലൗഡ് ആണ് എന്നുള്ളത് അത് ചില മരുന്നിന് വേണ്ടിയോ ചില കാര്യങ്ങൾക്ക് വേണ്ടിയോ മാത്രമാണ് അവർ കഞ്ചാവ് ഉപയോഗിക്കുന്നത്. അല്ലാതെ കഞ്ചാവ് കത്തിച്ച് ഉപയോഗിക്കുക എന്നുള്ളതല്ല. കഞ്ചാവ് കത്തിക്കുമ്പം ഈ കഞ്ചാവിൻ്റെ അകത്തും പല രാസവസ്തുക്കൾ ഉണ്ടാകുന്നുണ്ട്. പിന്നെ നമ്മൾ ഈ കഞ്ചാവ് വലിക്കുന്നവരാണെങ്കിലും അതും ശരിക്കും അവർ സിഗരറ്റിനുള്ളിലോ അല്ലെങ്കിൽ ബീഡിയുടെ ഉള്ളിലോ ആ ഒരു മെത്തേഡിൽ, അതായത് ശരിക്കും നമുക്ക് ഇതിനകത്ത് നിക്കോട്ടിനും കൂടി അടങ്ങിയിട്ടാണ് ഈ കഞ്ചാവ് നമ്മുടെ ഉള്ളിലെത്തുന്നത്. അപ്പം കഞ്ചാവ് നല്ലതാണോ കഞ്ചാവ് നല്ലതല്ലയോ എന്നുള്ളതല്ല ഇന്നത്തെ വിഷയം, അതവിടെ നിൽക്കട്ടെ. ഈ ക്യാൻസറിന് നിക്കോട്ടിനാണ് ഏറ്റവും മെയിൻ വിഷയം. കഞ്ചാവ് ഉപയോഗിച്ചാൽ ക്യാൻസർ വരുമോ ഇല്ലയോ എന്നുള്ളത് അവിടെ നിൽക്കട്ടെ. കാരണം ഈ ഒരു സംഭവം നമ്മൾ ഈ കഞ്ചാവ് ഉപയോഗിക്കുന്നിടത്ത്, കഞ്ചാവ് ഞാൻ പറഞ്ഞല്ലോ ചില മരുന്നുകളിലൊക്കെ ഉപയോഗിക്കാറുണ്ട്, പക്ഷേ അത് ഉപയോഗിച്ചത് കൊണ്ട് ആർക്കും ക്യാൻസർ ഉണ്ടായിട്ടുള്ളതായിട്ടൊന്നും നമുക്ക് അറിവില്ല. പക്ഷെ നമ്മൾ ഉപയോഗിക്കുന്ന കഞ്ചാവ് മരുന്നിലല്ല, അതും കൂടെ നമ്മൾ ചിന്തിക്കണം. നമ്മൾ അത് കത്തിച്ച് തന്നെയാണ് ഉപയോഗിക്കുന്നത്. അപ്പം ഇതുമെല്ലാം ഇതിനുള്ള സാധ്യതകൾക്കുള്ള കാര്യങ്ങളാണ്. അപ്പം നമ്മൾ ഈ ഒരു സംഭവമൊക്കെ നമ്മൾ വരാതെ നമ്മൾ ശ്രമിച്ച് നോക്കുക. നമ്മുടെ ഇന്നത്തെ തലമുറയിൽപ്പെട്ട മക്കളോടും നമ്മൾ പറയുക ഇതൊക്കെ. കാരണം ഇവരുടെയൊക്കെ ഒരു ന്യായീകരണമാണ് സിഗരറ്റല്ലേ അല്ലെ പുകയിലല്ലേ പ്രശ്നം, ഇതൊക്കെ ഇവരുടെയൊക്കെ ന്യായീകരണങ്ങളൊക്കെയാണ്. ഇതൊക്കെ നമ്മൾ എല്ലാവർക്കും മക്കൾക്കും ഒക്കെ ആയിട്ട് നമ്മൾ ഷെയർ ചെയ്ത് നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ നമ്മൾ ഷെയർ ചെയ്ത് കൊടുക്കണം. കാരണം നമ്മൾ പറയാൻ എളുപ്പമാണ്. നമ്മളൊരു രോഗം എനിക്ക് വരില്ല, ഓരോ വ്യക്തിയും ചിന്തിക്കുന്നത് എനിക്ക് വരില്ല, ഞാനിങ്ങനെ പുകവലിച്ചാലും എനിക്ക് വരില്ല, എൻ്റെ പേരൻസ് എത്ര വലിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്നതല്ലേ നമ്മുടെ സമൂഹത്തിലുള്ളവരെയൊക്കെ വലിക്കുന്നില്ലേ, അവർക്കൊക്കെ വരുന്നുണ്ടോ, വലിക്കാത്തവർക്കും വരുന്നില്ലേ? അതിൻ്റെ മറുപടിയാണ് ഞാൻ പറഞ്ഞത്. വലിക്കാത്തവർക്കും ലങ് ക്യാൻസർ വരുന്നില്ലേ എന്ന് ചോദിക്കുന്നിടത്താണ് ഞാനൊരു മറുപടി പറയുന്നത്.
കാരണം ഇത് വലിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം, അനുഭവിക്കുന്നവർ പലരുമായിരിക്കാം. പക്ഷേ ഇതൊന്നും അല്ലെങ്കിലും ചില ജനിതക കാര്യങ്ങളും കൂടെ വരാൻ സാധ്യതയുണ്ട്. പക്ഷേ ഇതാണ് ഭൂരിപക്ഷം ഒരു ഈ ലങ് ക്യാൻസറിന്റെ കാരണം. അപ്പം ഇതൊക്കെ നമ്മൾ എല്ലാവരുമായിട്ട് ഷെയർ ചെയ്യുക. കാരണം നമ്മൾ ഇങ്ങനത്തെ സ്വഭാവ ദൂഷ്യങ്ങളൊക്കെ നമുക്ക് പരമാവധി നമ്മൾ നിർത്തുക. കാരണം ഇന്ന് നമ്മൾ കാണുന്ന സമൂഹത്തിൽ പഴയ കാലങ്ങളൊന്നും പോലെയല്ല. ഇന്ന് ശരിക്കും നമുക്ക് ഒത്തിരി ക്യാൻസർ പേഷ്യൻസ് തന്നെയാണ് ഉള്ളത്. കാരണം നമ്മളൊക്കെ ഒരു ഹോസ്പിറ്റലിലോട്ടൊക്കെ പോകുമ്പോഴാണ് നമ്മൾ അറിയുക. നമ്മൾ ശരിക്കും ഒരു ക്യാൻസർ ഹോസ്പിറ്റലിൽ പോയി അവിടെയുള്ള പേഷ്യൻസിനെയൊക്കെ കണ്ട് നമ്മൾ തിരിച്ചു വരുമ്പം തന്നെ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാകും. കാരണം നമ്മൾ എങ്ങനെയാണ് നമ്മുടെ ലൈഫ് നമുക്ക് മുമ്പോട്ട് പോകേണ്ടത് എന്നൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാകും. അപ്പം എല്ലാവരും ഈ ഒരു വീഡിയോ നമ്മൾ ഈ ഒരു ഇൻഫർമേഷൻ ഒന്നും കൂടെ ഷെയർ ചെയ്തു. കാരണം ഇതൊക്കെ നമുക്കെല്ലാം ഈ സമൂഹത്തിന് വേണ്ട ഒരു മെസ്സേജ് തന്നെയാണ്. അപ്പോൾ പെട്ടെന്ന് ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ വരാം കേട്ടോ. അപ്പം എൻ്റെ ക്ഷീണങ്ങളൊക്കെ കുറച്ച് മാറ്റമൊക്കെ ഉണ്ട്. അപ്പം ഞാൻ ഓൾറെഡി ഓക്കെയാണ്. അപ്പം എല്ലാവരും സേഫ് ആയിരിക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പം ഞാൻ പെട്ടെന്ന് തന്നെ വരും കേട്ടോ.